ഹായ് ഹലോ എല്ലാവർക്കും അഗീ സ്റ്റോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അല്ലിക്കുട്ടന് 9th-നാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ അവൻ്റെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ 10 മണിക്കാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കറക്റ്റ് 10 മണിയായിട്ട് എത്തിയപ്പോൾ, കാരണം ഇറങ്ങുമ്പോൾ ഒക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അല്ലൂനും ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുൾ അസുഖങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 2nd ഫ്ലോറിലാണ് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് പിന്നെ വീണ്ടും സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നതും. നല്ലൊരു സെഷനായിരുന്നേ. എല്ലാവരെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും, പിന്നെ അവരുടെ ഓരോരോ വിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് അവരെ ഫുൾ പരിചയപ്പെടുത്തി തരുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 11-11:30 വരെയൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഒന്ന് ചെറുതായിട്ടൊരു ചായയൊക്കെ കഴിച്ച്, ചായയല്ല ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം, വെറൈറ്റി ആയിട്ട് കൊടുക്കാമെന്ന് കുറേ നോക്കിയായിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. പിന്നെ ആസ് യൂഷ്വൽ ഡ്രസ്സ് എടുത്ത് കൊടുത്തു. പിന്നെ അല്ലുവിന് കുറേ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെജി മാർട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കിട്ടാത്തൊക്കെ ജാംജൂമിലൊക്കെ പോയിട്ടാണ് കേട്ടോ മേടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു മസാലയിൽ പോയിട്ട് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അമ്മയുടെ വക പോയി ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മസാലയിൽ പോയി ചോറ് കഴിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, കേക്ക് സ്റ്റുഡിയോ പോയി ഞങ്ങളൊരു കേക്ക് മേടിച്ച് കടയിൽ പോയി അതും കട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ, കാരണം അമ്മയൊക്കെ ആകെ തിരക്കിലാണ് ഷോപ്പിൽ. സീസണിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളും, പിന്നെ അങ്ങനെ ഓരോ ടെൻഷനും കാര്യങ്ങളും വൈകിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്രാവശ്യം പ്രത്യേകിച്ച് നമുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ സെലിബ്രേഷനായിട്ട് ഒന്നും. പിന്നെ കേക്ക് തന്നെ കട്ട് ചെയ്യാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ കേക്ക് മേടിച്ച് പോയതാണ്. അമ്മ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും അസുഖത്തല്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും ബിന്ദു ഡോക്ടറെ കാണാൻ പോയി. അല്ലുക്കുട്ടന് വയ്യാത്തതുകൊണ്ട് അവന് ഈ പനിയും അങ്ങോട്ട് വിട്ട് മാറുന്നില്ല. പിന്നെ കുറേ നാളായിട്ട് വയറുവേദന പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണിച്ച് സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ചെറിയൊരു പ്രശ്നമുണ്ട്, വയറ്റിനകത്തൊരു ഇൻഫെക്ഷൻ. അപ്പോൾ അതിന് മരുന്നൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് എന്താ പറയുക, നമ്മുടെ സ്റ്റൗ ഒന്ന് മാറ്റണമായിരുന്നു. കുറേ ആയി അതിൻ്റെ ഒരു സ്റ്റൗവിൻ്റെ ഭാഗത്ത്, പാത്രം വയ്ക്കുന്ന ഭാഗത്ത് കുറച്ച് ഇളക്കവും കാര്യങ്ങളും. അപ്പോൾ അത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റൗ മാറ്റി കേട്ടോ. നല്ല ഗോദ്റേജിൻ്റെ ആണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ അല്ലുക്കുട്ടന് മുടി വെട്ടാൻ പോയി. മുടി വെട്ടാൻ അതൊരു ബഹളം തന്നെയായിരുന്നു. എങ്ങനെയോ കഷ്ടപ്പെട്ടൊക്കെ അവസാനം വെട്ടി വീട്ടിലെത്തി. ഇത്രയേ ഉള്ളേ.